ഹലോ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. KSTU നടത്തിയ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. വിശദമായിട്ട് ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് മലയാളം. ഒന്ന്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നൊമ്പരം എന്ന വാക്കിന് പകരം വരുന്ന പദമേത്? സ്വപ്നം, ശരീരം, ഉറക്കം, വിഷമം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഷമം. 2, അടി തെറ്റിയാൽ ആനയും വീഴും. പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? എ, ഉപകാരം ലഭിച്ചിടത്ത് നന്ദികേട് കാണിക്കരുത്. ബി, വമ്പന്മാർക്കും അബദ്ധം സംഭവിക്കും. സി, പുറമോടി കണ്ട് ഭ്രമിക്കരുത്. ഡി, ആനയെ അടിക്കരുത്. ആൻസർ ബി ആണ്, വമ്പന്മാർക്കും അബദ്ധം സംഭവിക്കാം. 3, ശരിയായി എഴുതിയ പദം ഏതൊക്കെ? ആൻസർ ബി ആണ്, 3ഉം 4ഉം. പ്രവൃത്തി, അതിഥി. പറയുന്നയാൾ എന്നർത്ഥം വരുന്ന പദമേത്? ഡി, വക്താവ്. 5, തന്നിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അക്ഷരമാല ക്രമം ഏതാണ്? എ ആദ്യം വരില്ല, കരുണയാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ അക്ഷരം രായാണ് അല്ലേ. അതുപോലെ കല, കരുണ, കഴുകൻ, കടവാതിൽ. അതിൽ കലയാണ് ആദ്യം വന്നിട്ടുള്ളത്. ല അവസാനം വരുന്ന വാക്കാണ്. സി, കടവാതിൽ, കഴുകൻ, കരുണ, കല. അതുമല്ല, ഡി ആണ് ആൻസർ. കടവാതിൽ, കരുണ, കല, കഴുകൻ. 6, കേരള വാൽമീകി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന കവി? ആൻസർ എ ആണ്, വള്ളത്തോൾ നാരായണ മേനോൻ. 7, ശരിയായ കൂട്ടത്തിൽ പെട്ടതേവ? സമാന പദങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ 3, ആമോദം, ആനന്ദം, ഹർഷം, സന്തോഷം. ഇത് ശരിയാണ്. അതുപോലെ 4, മാരുതൻ, പവനൻ, കാറ്റ്, അനിലൻ. 3ഉം 4ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി. 8, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ബി ആണ്, മഴ പ്ലസ് വെള്ളം. 9, താഴെ പറയുന്നവയിൽ ജീവചരിത്ര കുറിപ്പിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? 1, മറ്റൊരാളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ശരിയാണ്. 2, അവരുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതും ശരിയാണ്. 3, ആശയങ്ങൾ ക്രമമായി എഴുതിയിട്ടുണ്ട്. ശരിയാണ്. 4, ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്താണ് എഴുതിയത്. ശരിയാണ്. ആൻസർ ഡി ആണ്, 1, 2, 3, 4 ശരി. 10, ഇവിടെ 2 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. എഴുത്തുകാർ, അവരുടെ കൃതികൾ. 1, ചിറകുള്ള ബസ്, ഹരിനാരായണൻ. മുന്നറിയിപ്പ്, അക്കിത്തം. കാത്തിരിപ്പ്, വിഷ്ണുപ്രസാദ്. നെയ്യത്തിന്തക, ചെറുശ്ശേരി. മുകളിൽ കൊടുത്തിരിക്കുന്നവയെ ശരിയായ രീതിയിൽ ചേർത്ത് എഴുതിയത് ഏതാണ്? ചിറകുള്ള ബസ് എഴുതിയത് സി, വിഷ്ണുപ്രസാദാണ്. 1 സി. മുന്നറിയിപ്പ് എഴുതിയത് അക്കിത്തം. 2 ബി. കാത്തിരിപ്പ്, ചെറുശ്ശേരി. 3 ഡി. തെയ്യത്തിന്തക, ഹരിനാരായണൻ. 4 എ. ആൻസർ ഓപ്ഷൻ എ. ഇംഗ്ലീഷ്. ഒന്നാമത്തെ ചോദ്യം, റീഡ് ദ പോയം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. കവിത ശ്രദ്ധാപൂർവം വായിച്ചതിന് ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ദ ഫ്രണ്ട്ലി ട്രീ, സൗഹൃദ വൃക്ഷം. ബിസൈഡ്സ് മൈ ഹൗസ് ദർ സ്റ്റാൻഡ് എ ട്രീ വിത്ത് ബ്രാഞ്ചസ് വൈഡ് എ ലീവ്സ് ഓഫ് ട്രീ. ഇറ്റ് ഗിവ്സ് അസ് ഷെയ്ഡ് ഫ്രം ബേണിംഗ് സൺ. എ പ്ലേസ് ഫോർ ബേർഡ്സ് വെൻ ഡേ ഈസ് ഡൺ. Its wing, its arms when a breeze blow, and watches all the follows grow. So plant a tree and let it rise to touch the blue and sunrise skies. അർത്ഥം വായിക്കണോ? വായിക്കാം അല്ലേ. എൻ്റെ വീടിന് പുറത്ത് വിശാലമായ ശാഖകളുള്ള സ്വതന്ത്രമായ ഇലകളുള്ള ഒരു മരമുണ്ട്. അത് നമുക്ക് ഷേഡ് എന്ത് തരുന്നു? തണൽ നൽകുന്നു. എത്തുന്ന വെയിലിൽ നിന്നും തണൽ നൽകുന്നു. പകൽ കഴിയുമ്പോൾ പക്ഷികൾ സ്ഥലത്തെത്തുന്നു. ഇറ്റ് വിങ്സ് ഇറ്റ് ആംസ് വെൻ ബ്രീസ് ബ്ലോ. കാറ്റ് വീശുമ്പോൾ അത് കൊമ്പുകൾ ആട്ടുന്നു. എല്ലാ പൂക്കളും വളരുന്നത് നിരീക്ഷിക്കുന്നു. സോ പ്ലാൻ എ ട്രീ ആൻഡ് ലെറ്റ് ഇറ്റ് റൈസ്. അതുകൊണ്ട് ഒരു മരം നടുക, അതിനെ വളരാൻ അനുവദിക്കുക. നീലാകാശത്തെയും വേനൽക്കാലത്തെയും നമുക്ക് സ്പർശിക്കാം. ഇതിലൊന്നാമത്തെ ചോദ്യം, ദിസ് പോയം ടെൽസ് എബൌട്ട്. പോയത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആൻസർ ബി ആണ്, ട്രീ. ബി ക്വസ്റ്റ്യൻ, which of the following is correct rhyming words pair? Tree, free, sun, sky, wide, blue, grow, done. ഇവിടെ ആൻസർ എ ആണ്, ട്രീ, ഫ്രീ. സി,
വാട്ട് ഡസ് ദ ഫ്രൈസ് ഡേ ഈസ് ഡൺ മീനിങ് ഇൻ ദ പോയം? ഇവിടെ ആൻസർ സി ആണ്, ഈവനിങ്, നൈറ്റ്. ഡി, ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് വൈഡ് ഈസ്? വൈഡിൻ്റെ ഓപ്പോസിറ്റ് നാരോ. രണ്ട്, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ കറക്റ്റ് ഫ്രം ഓഫ് വേർഡ്സ് ഓഫ് ബ്രാക്കറ്റ്സ് പ്രസൻറ്റ് ഓർ പാസ്റ്റ് ടെൻസ്. ടെൻസ് ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ, യെസ്റ്റർഡേ രാഹുൽ ഡാഷ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. യെസ്റ്റർഡേ തന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയതാണ്. രാഹുൽ ഇന്നലെ ഒരു മനോഹരമായ ചിത്രം വരച്ചു. ആൻസർ സി ആണ്, ഡ്രിയോ. ബി, ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ് എവരി മോർണിംഗ്. സൂര്യൻ എല്ലാ ദിവസവും രാവിലെ കിഴക്കുദിക്കുന്നു എന്നാണ് വേണ്ടത് അല്ലേ? എങ്ങനെ എഴുതാം? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എവരി മോർണിംഗ്. 3, റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. വൺ സണ്ണി മോർണിംഗ് അപ്പു വാസ് വാക്കിംഗ് ടു ദ പാർക്ക്. ഓൺ ദ വേ ഷീ saw a small puppy shivering under a bench. It looked hungry and lost. Appu reached in his bag and took out of his biscuit. He fed the puppy and gave it some water from his bottle. The puppy wagged its tail happily. Appu decided to take fair puppy to his home and named it Shadow. His parents were happy to see Appu's kindness. First question. When did Appu go to the park? Answer B, on a sunny morning. B, the word shivering means? Answer B ആണ്, shaking with cold and fear. C, select the correct sequence of events. Answer B ആണ്, saw the puppy, fed biscuit, took it home. D, statement, Appu fed the biscuit, reason the puppy looked hungry. Answer A, both are true and the reason it is correct explanation. മാത്സിൻ്റെ ഒന്നാമത്തെ ചോദ്യം. 5,000 34 100 28 10 225 1 ചേർന്ന സംഖ്യ സ്ഥാനവിലക്കനുസരിച്ച് എഴുതിയത് ഏതാണ്? ആൻസർ 8905. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 8000 900 51. 2, ശ്രീജേഷ് 210 രൂപയ്ക്ക് 21 പേന വാങ്ങി. രൂപേഷ് മറ്റൊരു തരം പേന ഒന്നിന് 12 രൂപ വെച്ച് വാങ്ങി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മൾ ശ്രീജേഷിൻ്റെ ഒരു പേനൻ്റെ വില എത്രയാണെന്ന് കാണണം. 210 രൂപയ്ക്ക് 21 പേനകളാണ് വാങ്ങിയിട്ടുള്ളത്. 210 ഹരിക്കണം 21. നമുക്ക് 21 എത്ര 21 ഉണ്ട്? 1, പിന്നെ 0 കയറ്റി എഴുതുക, അപ്പോൾ 10. അപ്പോൾ ഒരു പേനയ്ക്ക് 10 രൂപ. 1, ശ്രീജേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ, തെറ്റാണ്. 2, രൂപേഷ് വാങ്ങിയ പേനക്കാണ് വില കൂടുതൽ, ശരിയാണ്. 12 രൂപയാണ് രൂപേഷിൻ്റെ പേനയുടെ വില. 3, അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 2 രൂപയാണ്, ശരിയാണ്. അവർ വാങ്ങിയ ഒരു പേനയുടെ വില വ്യത്യാസം 9 രൂപയാണ്. 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ സി. 3, അക്കങ്ങളുടെ ഗുണനഫലം 7 വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? ആൻസർ ബി 3. 4ാമത്തെ ക്വസ്റ്റ്യന്. 940 നിന്ന് എത്ര കുറവാണ് 94 ഗുണിക്കണം 9? ആൻസർ 94. 940 നമ്മൾ എങ്ങനെ എഴുതാം? 94 ഗുണിക്കണം 10 എഴുതാം. 10ൽ നിന്ന് 9 കുറച്ചാൽ 1 കിട്ടും, അങ്ങനെ ഒരു 94. 5, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 55 ആണ് എങ്കിൽ 2 മുതൽ 20 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 20 വരെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ എത്ര സംഖ്യകളുണ്ട്? 20 സംഖ്യകൾ, പകുതി ഒറ്റ സംഖ്യ, പകുതി ഇരട്ട സംഖ്യ. എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 10. നമ്മൾ എത്ര ഇരട്ട സംഖ്യകളുണ്ടോ അതേ ഗുണിക്കണം അതിനോട് 1 ചേർത്തത്. 10 ഗുണിക്കണം 11. ആൻസർ 110. 6ാമത്തെ ക്വസ്റ്റ്യന്. ചേരുംപടി ചേർക്കുക. 2 കോളം നൽകിയിട്ടുണ്ട്, എ ബി. കോളത്തിൽ ഒന്നാമത്തേത് 15 സെൻറ്റിമീറ്റർ, അതിനോട് യോജിച്ചത് ബി കോളത്തിൽ ഏതാണ്? 150 മില്ലിമീറ്റർ. 2, 1 മീറ്റർ. 1 മീറ്റർ 1000 മില്ലിമീറ്റർ. 3, 2.5 കിലോമീറ്റർ. എ ആണ് 2500 മീറ്റർ. 250 മില്ലിമീറ്റർ, അതായത് 25 സെൻറ്റിമീറ്റർ. ബി ആണ്. ആൻസർ
ഓപ്ഷൻ ഡി ആണ്. ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ആൻസർ 16. എങ്ങനെ കിട്ടി? ഇതുപോലെ കള്ളികളൊന്ന് എണ്ണി എഴുതുക കേട്ടോ. ഇവിടെ 8 കള്ളികളാണ്. 8 ഗുണിക്കണം 2. 8 2026 എന്ന റോമൻ സംഖ്യയിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1000നെ സൂചിപ്പിക്കുന്ന റോമൻ അക്കം എം ആണ്. 9 സമചതുരാകൃതിയായ ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 9 മീറ്റർ ആണ്. 4 വശത്തിലും വേലി കെട്ടാനായി 1 മീറ്റർ അകലത്തിൽ കമ്പുകൾ നാട്ടുന്നു. എത്ര കമ്പുകൾ വേണ്ടി വരും? വശത്തിൻ്റെ നീളം 9 ആണ്. 9 ഗുണിക്കണം 4 36. ആൻസർ എ ആണ് 36. 10 ഒരു പരീക്ഷണ ഹാളിൽ രജിസ്റ്റർ നമ്പർ ക്രമത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒന്നാമത്തെ കുട്ടിയുടെ നമ്പർ 8800, അവസാനത്തെ കുട്ടിയുടെ നമ്പർ 8900. ആകെ എത്ര കുട്ടികളുണ്ട്? 8900 കുറക്കണം 8800 സമം 100. 100 + 1 101. ആൻസർ സി ആണ് 101. കേസിൽ 1 കേരളീയ വേഷം ധരിച്ച് കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടി പാടി കളിക്കുന്ന കലാരൂപം താഴെ കൊടുക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഡി ആണ് തിരുവാതിരക്കളി. 2 സൂര്യൻ്റെ പ്രതലത്തെ ചന്ദ്രൻ മറക്കുന്ന രീതിയിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്നത്? ആൻസർ സി സൂര്യഗ്രഹണം. 3 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പറക്കാൻ കഴിയാത്ത പക്ഷികളേവ? കിവി, എമു. 2ഉം 4ഉം. ആൻസർ ഡി ആണ്. 4 പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളിൽ വാതകത്തിനും ദ്രാവകത്തിനും മാത്രമുള്ള പ്രത്യേകതയായി വരുന്ന പ്രസ്താവന ചുവടെ കൊടുത്തവയിൽ ഏതാണ്? എ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. അത് ശരിയാണ്. ബി നിശ്ചിതമായ ആകൃതിയുണ്ട്, ഭാരമുണ്ട്. അത് തെറ്റാണ്. നിശ്ചിതമായ ആകൃതിയില്ല, സ്വതന്ത്രമായി ചലിക്കുന്നു. ശരിയാണ്. നിശ്ചിതമായ ആകൃതിയുണ്ട്, ഭാരമുണ്ട്. അത് തെറ്റാണ്. ആൻസർ എ സി. ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടില്ല. എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ഭാരമുണ്ട്. എന്നാൽ ഖരവസ്തുവിന് ആകൃതിയുണ്ട്, വാതകം ദ്രാവകം ഇവയ്ക്ക് ആകൃതിയില്ല. ഏത് സ്ഥലത്താണോ അത് നിൽക്കുന്നത്, ഏത് സ്ഥലമാണോ സ്വീകരിക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ ആകൃതിയാണ് വാതകം ദ്രാവകം സ്വീകരിക്കുന്നത്. 5 മനുഷ്യർക്ക് രേഖപ്പെടുത്താൻ സാധിച്ച ആദ്യ കലാരൂപം ഏതാണ്? ആൻസർ എ ചിത്രകല. ഇന്ത്യ ചന്ദ്രനിൽ വിജയകരമായി ഇറക്കിയ പര്യവേഷണ വാഹനം ഏത്? ആൻസർ സി വിക്രം ലാൻഡർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്കു നേരെ വെടിയുയർത്തിയ അന്നത്തെ സൈനിക കമാൻഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ജനറൽ ഡയർ. 8 മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകത അല്ലാത്തത് ഏത്? തണ്ടുകൾക്ക് മെഴുകു പോലുള്ള ആവരണമുണ്ട്. ശരിയാണ്. വേരുകൾ മണ്ണിലേക്ക് വളരെയധികം ആഴത്തിൽ ഇറങ്ങാൻ കഴിവുള്ളവയാണ്. ശരിയാണ്. സി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മെഴുകു പോലുള്ള ഇലകൾ. തെറ്റാണ്. ഡി പച്ച നിറത്തിലുള്ള തണ്ടുകൾ കട്ടിയുള്ളതിനാൽ ജലം സംഭരിച്ചു വെക്കുന്നു. ശരിയാണ്. പ്രത്യേകത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ സി ആണ്. ഭരണഘടനാ ദിനം ചുവടെ കൊടുത്തവയിൽ ഏതാണ്? നവംബർ 26. ഡി. 10 തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ബി പെരിയാർ. ഇനി ജി കെ 1 മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2025 നേടിയതാര്? ആൻസർ സി കെ ജി ശങ്കരപ്പിള്ള. 2 ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഏത് സംസ്ഥാനത്താണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. ഡി. 3 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ്? ആൻസർ ബി എം ആർ രാഘവ വാര്യർ. ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം? ഓപ്ഷൻ എ 2007 മുതൽ. നിള എന്നറിയപ്പെടുന്ന നദി ഏത്? ആൻസർ ബി ഭാരതപ്പുഴ. ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന പക്ഷി? വേഴാമ്പൽ, കാക്ക, മയിൽ, തത്ത. ആൻസർ 4 ബി മാത്രം, കാക്ക. 7 തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരാണ്? ആൻസർ എ വി വി രാജേഷ്. 8 ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത്? ആൻസർ സി തണ്ണീർത്തടങ്ങൾ.
കേരളത്തിലെ സംസ്ഥാന പക്ഷി? ആൻസർ ബി മലമുഴക്ക് വേഴാമ്പൽ. 10. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? ആൻസർ ആറളം വന്യജീവി സങ്കേതം. ഓക്കെ, മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.